കണ്ണൂർ കായലോട്ടെ യുവതിയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. ഒരു സംഘം മർദ്ദിച്ചെന്നും മൊബൈൽ ഫോൺ തട്ടിയെടുത്തെന്നും യുവാവ് മൊഴി നൽകി. റസീനയുമായി സാമ്പത്തിക ഇടപാട് നടന്നെന്ന കുടുംബത്തിന്റെ ആരോപണം റഹീസ് തള്ളി. യുവതിയുടെ മാതാവിന്റെ പരാതിയിലാണ് ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുത്തത്. ആത്മഹത്യ ചെയ്ത യുവതിയുടെ മാതാവ് നൽകിയ പരാതി തലശ്ശേരി ASP കിരണിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുകയാണ്. ഇതിനിടയിലാണ് യുവതിയുടെ ആൺസുഹൃത്ത് മയിൽ സ്വദേശി റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും റഹീസ് യുവതിയിൽ നിന്നും തട്ടിയെടുത്തെന്നും കുടുംബത്തിന്റെ പരാതിയിലുണ്ട്. 3.5 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട റഹീസ് യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. അടുത്ത സുഹൃത്തുക്കളാണെന്നും ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടില്ലെന്നുമാണ് യുവാവിന്റെ മൊഴി. എന്നാൽ സദാചാര ആക്രമണം നടന്നിട്ടുണ്ടോ, SDPI ഓഫീസിലേക്ക് ആരാണ് കൊണ്ടുപോയത്, ഇവിടെ എന്താണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ റഹീസിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചു. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിനപ്പുറം പ്രതികൾക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് കണ്ടെത്താനും യുവാവിന്റെ മൊഴി നിർണായകമാണ്. അതിനിടെ പോലീസ് നേതാക്കളെ വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് SDPI പിണറായി സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. 24 കണ്ണൂർ.